ഒരു ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാമ ആകെ വിഷമത്തോടെ അവിടെ തിരിച്ചു വന്ന് കസേരയിരിക്കുവാണ് കേട്ടോ. ഈ സമയം രാഘവനൊക്കെ കാര്യം അന്വേഷിക്കുന്നുണ്ട്. അന്നേരം ഭാമ പറയണേ, ശാലിനിയെ ചന്ദ്രബോസ് മടക്കി അയച്ചു. എനിക്കാണെങ്കിൽ എൻ്റെ മോനെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. അന്നേരം രാഘവൻ ചോദിക്കണേ, അതെന്താ അയാൾ വിഷ്ണുവിനെ കാണാൻ പോലും സമ്മതിച്ചില്ലേ? എന്നോട് എൻ്റെ മുഖം പോലും കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞത് എൻ്റെ മകൻ തന്നെയാണ്. അതേക്കുന്നതും രാഘവൻ പറയണേ, ഭാമി നീ ചെയ്ത പ്രവൃത്തികൾ അങ്ങനെയുള്ളതാണ്. അതുകൊണ്ടാണ് വിഷ്ണുവിന് നിന്നോട് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത്. ഇത്രയും കാലം കൂട്ടിൽ തളച്ചിട്ട് പോലെ അവൻ അടച്ചുപൂട്ടി വളർത്തിയല്ലോ. എന്നിട്ടിപ്പോൾ എന്തായി? അടയ്ക്കുകയാണെങ്കിൽ മടി വെക്കാം, എന്നാൽ അടക്കാൻ മരത്തിന് അങ്ങനെ വെക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഭാമേ. അവൻ്റെ എന്തെങ്കിലും ഇഷ്ടങ്ങൾ നീ അവനെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടോ? എല്ലാം നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം. നീ പറയുന്നതെല്ലാം കേട്ട് അവൻ ജീവിക്കണം. ശാലിനിയുടെ ഒപ്പമുള്ളൊരു ജീവിതത്തിന് അവൻ എത്ര കൊതിച്ചതാണെന്നറിയോ? അതിന് നീയല്ലേ വിലങ്ങുന്നറിയായി നിന്നത്. അവനിഷ്ടമല്ലാത്ത ഓരോ കാര്യങ്ങളും അവനെ കൊണ്ട് ചെയ്യാൻ നിർബന്ധിച്ചില്ലേ നീ? അന്നേരം ഭാമ പറയണേ, അതെല്ലാം ഞാൻ എൻ്റെ മോൻ്റെ നല്ലതിന് വേണ്ടിയാണ് ചെയ്തത്. എന്നിട്ടിപ്പോൾ എന്തായി? അവനിപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമല്ലോ എന്നിട്ട് സംഭവിച്ചത്. ഈ സമയം രോഹിത്തും ഭാമയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയണേ, അതേ സത്യാമേ, എത്രയൊക്കെ പറഞ്ഞാലും വിഷ്ണു ബ്രോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ശാലിനിയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അതിന് വിഷ്ണു ബ്രോയ്ക്ക് കഴിഞ്ഞില്ലല്ലോ. അതിന് കാരണം സത്യാമ്മ തന്നെയാണ്. ഈ സമയം ശ്യാമയും പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞേച്ചിയുടെ പേര് കേൾക്കുമ്പോഴേ സത്യാമ്മ ദേഷ്യത്തോടെ ഓരോന്നൊക്കെ വിളിച്ചു പറയും. കുഞ്ഞേച്ചിയെ ഒരിക്കലും മനസ്സിലാക്കാൻ സത്യാമ്മ ശ്രമിച്ചിട്ടില്ല. അന്നേരം ഭാമ ശ്യാമയോട് നിർത്താൻ പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ രാഘവൻ പറയണേ, നീ എന്തിനാ അവളോട് ചൂടാവുന്നത്? അവൾ പറഞ്ഞത് കാര്യമല്ലേ? അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെ കൊണ്ടെന്നാണെങ്കിലും വിഷ്ണുവിനൊരിക്കലും പുറത്തിറക്കാൻ പറ്റില്ല. അതിൽ ശാലിനി വിചാരിക്കണം. ആ ACP ചന്ദ്രബോസിനെ പോലെ ഉള്ളവരോട് എതിരിട്ട് നിൽക്കാൻ ശാലിനിയെപ്പോലെ കളക്ടറായിട്ടുള്ള ഒരു തൻ്റെ ഒരു പെൺകുട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നീ പലപ്പോഴും പുച്ഛിച്ച് തള്ളുമായിരുന്നില്ലേ ശാലിനിയെ, അവളുടെ ഈ കളക്ടർ ഉദ്യോഗത്തെ. എന്നാലിപ്പോൾ വിഷ്ണുവിൻ്റെ രക്ഷയ്ക്ക് അവളും അവളുടെ ജോലിയും തന്നെ വേണം. നിൻ്റെ മകളെ നിനക്ക് പുറത്തിറങ്ങി കാണണമെന്നുണ്ടെങ്കിൽ ശാലിനിയെ സ്നേഹിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, അവളെ വെറുക്കാതിരിക്കുകയെങ്കിലും ചെയ്തുകൂടെ? ഇതെല്ലാം പപ്പിമോള് മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ പപ്പി പറയുക, അപ്പോൾ വിഷ്ണുവച്ചൻ ഇന്ന് വരില്ല അല്ലേ? എന്താണെങ്കിലും മുത്തശ്ശൻ പറഞ്ഞത് സത്യമോ? ചേച്ചിയമ്മ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. എന്നാലേ വിഷ്ണുവച്ചനെ പുറത്തിറക്കാൻ പറ്റൂ. എന്താണെങ്കിലും സത്യം ഒന്ന് വിളിക്കാം, ഞങ്ങൾ കൂടി എന്തെങ്കിലും ചെയ്ത് ശ്രമിച്ചേ പറ്റൂ വിഷ്ണുവച്ചനെ പുറത്തിറക്കാൻ എന്നും പറഞ്ഞ് പപ്പിമോള അകത്തേക്ക് ഓടുവാണ്. ഈ സമയം രാഘവൻ റൂമിലേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം ഭാമ രോഹിത്തിനോട് ചോദിക്കണേ, രോഹിത്തെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ വിഷ്ണുവിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ഇത് കേട്ട് തിരിഞ്ഞു നിൽക്കുന്ന രാഘവൻ പറയണേ, നീ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ശാലിനിയോട് നീ രമ്യതപ്പെടുക. അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ഭാമ പുറത്തേക്ക് പോകുവാണ് കേട്ടോ. ആ സമയം രാഘവൻ പറയണേ, എത്രയൊക്കെ പറഞ്ഞാലും ഇവൾ നന്നാവില്ല, അനുഭവിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് രാഘവൻ അകത്തേക്ക് പോകുവാണ്. ഈ സമയം പുറത്ത് നിൽക്കുന്ന ഭാമ വിഷ്ണു പറഞ്ഞ വാക്കുകളൊക്കെ ഓർക്കുവാണ് കേട്ടോ. ശാലിനിയെ നിങ്ങൾ സ്നേഹിക്കാതെ ഇനി നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വരണ്ട. ആ വാക്കുകളൊക്കെ ഓർത്ത് ഭാമ ആകെ സങ്കടപ്പെടുവാണ്. എന്നിട്ട് ഭാമ പറയണേ, വീട്ടിലുള്ള എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക. എന്തിന്? എൻ്റെ മോൻ മൂലം എന്നെ കുറ്റപ്പെടുത്തുക. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇന്ന് ഞാൻ എൻ്റെ മോന് കഴിക്കാനായിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. അവനത് കഴിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അങ്ങനെ പറഞ്ഞ ഭാമ നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാൻ കേട്ടോ. വിഷ്ണു പലരും ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ രുചിയെക്കുറിച്ച് എന്നോട് വന്ന് പറയും. പക്ഷേ അവന് ഭക്ഷണത്തിൻ്റെ ആദ്യ രുചി പകർന്നു കൊടുത്തത് ഞാനല്ലേ. ഞാനുണ്ടാക്കിയ ഭക്ഷണമല്ലേ ആദ്യമായിട്ട് അവൻ ആസ്വദിച്ച് കഴിച്ചത്. അതിലൂടെയല്ലേ അവൻ രുചി തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ കുറേ നാളായി എൻ്റെ കൈ കൊണ്ട് അവന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട്. ഇന്ന് എൻ്റെ കൈ കൊണ്ട് തന്നെ എൻ്റെ മോനിഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും എനിക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇന്നത്തെ ഉച്ചയൂണ് അവൻ സന്തോഷത്തോടെ വയറ് നിറച്ച് ആസ്വദിച്ച് കഴിക്കണം. അങ്ങനെ പറഞ്ഞ ഭാമ വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട കറികളും മാമ്പഴ പുളിശ്ശേരിയും പാവക്കാക്കറിയും ഒക്കെ ഉണ്ടാക്കുവാണ്. എല്ലാം കല്ലിൽ തന്നെ അരച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് വിഷ്ണുവിനോടുള്ള സ്നേഹത്തോടെ ഭാമ എല്ലാ കറികളും ഉണ്ടാക്കിയുണ്ട്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ശാലിനിയെയാണ്. അങ്ങനെ ശാലിനിയെ കാണുന്നതും ശാരദാമ്മ ഓടി വരുവാ. എന്തായി മോളെ, എന്തായി കാര്യങ്ങളൊക്കെ? വിഷ്ണുവിന് ജാമ്യം കിട്ടിയോ? ഇല്ലമ്മേ. അതെന്താ, നിന്നെക്കൊണ്ട് വിഷ്ണുവിനെ ജാമ്യത്തിലെടുക്കാൻ പറ്റിയില്ലേ? ഇല്ല, പെട്ടെന്ന് ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് ആ ചന്ദ്രബോസ് വിഷ്ണുവേട്ടനെതിരെ ചാർജ് ചെയ്തിട്ടുള്ളത്. എന്നാലും ഈ ACPയൊക്കെ കളക്ടർ പറയുന്നതനുസരിച്ചല്ലേ പ്രവർത്തിക്കുന്നത്. അതൊക്കെ ശരിയാ, പക്ഷേ എങ്കിലും അവർക്ക് അവരുടേതായ ചില അധികാര പരിധിയൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് കയറി ഇടപെടാൻ പറ്റില്ല. നിയമത്തിൻ്റെ പിൻബലത്തിലാണ് ചന്ദ്രബോസ് ഇപ്പോൾ കളിക്കുന്നത്. വ്യക്തമായ പ്ലാനിങ്ങോടെ വിഷ്ണുവേട്ടനെ കുറിക്കാനായിട്ട് എല്ലാ പഴുതുകളും അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അയ്യോ മോളെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? എല്ലാ വാതിലുകളും അടയുമ്പോൾ നമുക്കായിട്ടൊരു വഴി തുറന്നു കിട്ടൂലേ? നമുക്ക് കാത്തിരിക്കാമേ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. എന്താണെങ്കിലും വിഷ്ണുവേട്ടനെ എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കണം. ഈ ചന്ദ്രബോസിന് എന്നോടും വിഷ്ണുവേട്ടനോടും സത്യാമ്മയോടൊക്കെ നല്ല ദേഷ്യമുണ്ടല്ലോ. ആ ദേഷ്യമെല്ലാം എൻ്റെ വിഷ്ണുവേട്ടനോട് തീർക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ SI ആളൊരു ഭാവമാണ്, പക്ഷേ അയാളെ കൊണ്ട് ചന്ദ്രബോസ് ഒന്നിലും ഇടപെടുത്തില്ല. ഈ കേസിൻ്റെ ഫുൾ ചാർജും ആ ചന്ദ്രബോസ് തന്നെ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം വിഷ്ണുവേട്ടനെ കുരുക്കുക എന്നുള്ളതാണ്.
വിഷ്ണുവേട്ടൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അമ്മേ. സാരയില്ല മോളെ, എല്ലാം നല്ലതിനായിരിക്കും. തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്തിനും നേരിടാൻ പറ്റും. അല്ല മോളെ, വിഷ്ണുവിൻ്റെ ഭക്ഷണത്തിൻ്റെയൊക്കെ കാര്യം. വിഷ്ണുവേട്ടന് ഭക്ഷണം എത്തിക്കണമെങ്കിലും അതിനും ആ ചന്ദ്രബോസിൻ്റെ അനുമതി വേണം. പിന്നെ എൻ്റെ അധികാര പരിധി അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ഉള്ളത് അത് ഒരു ക്യാരിയറിലാക്കി എടുക്ക്. ഞാൻ വിഷ്ണുവേട്ടന് കൊണ്ടുപോയി കൊടുക്കാം. അന്നേരം ശാരദ പറയണേ, ശാന്തെ വിഷ്ണുവിന് കഴിക്കാനായിട്ട് ഭക്ഷണം എല്ലായിടത്തും ഒരു ക്യാരിയറിലാക്കി കൊണ്ടുപോകാം. അങ്ങനെ ശാന്ത ഭക്ഷണം എടുക്കാൻ പോകുവാണ് കേട്ടോ. ഈ സമയം ശാരദ പറയണേ, മോളെ നിൻ്റെ നെറ്റിയിലെ മുറിവ് അത് കാര്യമൊക്കെ അതുണ്ട് കേട്ടോ. നിൻ്റെ യാത്ര അത് സൂക്ഷിക്കണം. സത്യം പറഞ്ഞാൽ നിൻ്റെ തലയിൽ ഇപ്പോൾ 100 കാര്യങ്ങളാണ്. പണ്ടത്തെ എൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിനക്കും. നിൻ്റെ കൂടെ സഹായത്തിനായിട്ട് ആരുമില്ലല്ലോ. അന്നേരം ശാലിനി പറയണേ, പണ്ട് അമ്മയുടെ കൂടെയും സഹായത്തിന് ആരും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അച്ഛൻ്റെ കാര്യം, വിഷ്ണുവേട്ടൻ ഇപ്പോൾ ജയിലിലാണെന്നുള്ള ഒരു ആശ്വാസമെങ്കിലും ഉണ്ട്. എന്നാൽ അച്ഛൻ്റെ കാര്യത്തിൽ അമ്മക്ക് അതുപോലും ഇല്ലായിരുന്നല്ലോ. ഇതെല്ലാം നമ്മൾ അതിജീവിക്കും അമ്മേ. നന്മ ചെയ്യുന്നവർക്ക് എല്ലാ കാലവും ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലല്ലോ. വിഷ്ണുവേട്ടനെ ഒന്നും സംഭവിക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ വിഷ്ണുവേട്ടൻ ഞാൻ പുറത്തിറക്കും. പിന്നീട് കാണിക്കുന്നത് ഭാമ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെക്കുവാണ്. അങ്ങനെ ആ ഭക്ഷണമൊക്കെ ഓരോ പാത്രത്തിലാകുവാണ് കേട്ടോ. മാമ്പഴപ്പുളിശ്ശേരി വിഷ്ണുവിൻ്റെ ജീവനാണ്. അവൻ പണ്ട് സ്കൂളിൽ ഇത് കൊടുത്തു വിട്ടപ്പോൾ പിന്നീട് ഒരു ദിവസം കൂട്ടുകാരെയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ഒന്നുകൂടി ഉണ്ടാക്കി തരണമെന്ന് എന്നോട് പറഞ്ഞതാ. ഇന്ന് എൻ്റെ മോൻ ഞാൻ ഉണ്ടാക്കിയ എല്ലാ കറികളും ചോറും ഒക്കെ കൂട്ടി വയറ് നിറയെ ഭക്ഷണം കഴിക്കണം. അങ്ങനെ അതെല്ലാം ക്യാരിയറിലെടുത്ത് ഭാമ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ പുറത്ത് നിൽക്കുന്ന പോലീസുകാരോടൊക്കെ ഭാമ പറയുക, അതെ ഞാൻ വിഷ്ണുവിൻ്റെ അമ്മയാ, അവന് കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് വന്നതാ. നിങ്ങൾ അകത്തേക്ക് ചെന്നോളൂ. അങ്ങനെ ഭാമ അകത്ത് ഒരു പോലീസുകാരനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കാണുന്നതും വിഷ്ണു ഭാമയ്ക്ക് നേരെ മുഖം തിരിച്ച് സെല്ലിൻ്റെ ഉള്ളിൽ മതിലിനോട് ചേർന്ന് നിൽക്കുവാണ്. അന്നേരം ഭാമ ആ പോലീസുകാരനോട് പറയണേ, ഞാൻ വിഷ്ണുവിന് ഭക്ഷണം കൊടുക്കാൻ വന്നതാ. ഈ സമയം ആ പോലീസുകാരൻ പറയണേ, ഇവിടെ ACP സാറില്ലല്ലോ. അതിനെന്താ, കുറച്ച് ഭക്ഷണമല്ലേ. എൻ്റെ മോനിപ്പോൾ വിശക്കുന്നുണ്ടാകും. അവൻ്റെ വയറ് കത്തുന്നത് ഈ അമ്മയായി എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണവുമായിട്ട് എൻ്റെ മോൻ്റെ അരികിൽ വന്നത്. ഞാനത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ പൊക്കോളാം. ശരി ശരി, നിങ്ങൾ ഭക്ഷണം അവിടെ വെച്ചിട്ട് പൊക്കോ. ഭാമ അങ്ങനെ വിഷ്ണുവിൻ്റെ അരികിൽ വന്നിട്ട് വിഷ്ണുവിനെ വിളിക്കുവാണ് കേട്ടോ. അന്നേരം വിഷ്ണു ദേഷ്യപ്പെടുക, നിങ്ങൾ എന്തിനാ ഇപ്പോൾ വന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ കാണാൻ വരണ്ടെന്ന്. മോനെ വിഷ്ണു, ഞാൻ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് വന്നതാ. എൻ്റെ മോൻ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, നല്ല വിശപ്പുണ്ടാവില്ലേ? ഇത് മോന് വേണ്ടി അമ്മ തന്നെ ഉണ്ടാക്കിയ മോൻ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളാ, മോനിത് കഴിക്കും. അന്നേരം വിഷ്ണു പറഞ്ഞേ, എൻ്റെ ഈ അവസ്ഥയിൽ ഭക്ഷണം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാൻ. എനിക്ക് ഒരു ഭക്ഷണം വേണ്ട. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? മോനെ അങ്ങനെ പറയല്ലേ. നിനക്ക് ഭക്ഷണത്തിൻ്റെ ആദ്യ രുചികൾ പകർന്നു തന്നത് അമ്മയല്ലേ. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് എന്ത് രുചിയാണെന്ന് നീ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇന്ന് അതേ അമ്മ തന്നെ നിനക്കായിട്ട് ഈ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഇത്. അമ്മിയിലരച്ചും മറ്റും മോൻ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് എല്ലാ ഭക്ഷണവും ഉണ്ടാക്കിയത്. മോനിത് കഴിക്കണം. നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഞാനിത് കഴിക്കില്ല. എനിക്ക് വിശപ്പില്ല. നിങ്ങൾ കാരണം ഞാൻ ഈ അവസ്ഥയിലെത്തിയത്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ കൈകൊണ്ടുള്ള ഈ ഭക്ഷണം കഴിച്ചാൽ തന്നെ അത് വീണ്ടും തിക്കിട്ട് പുറത്തേക്ക് വരികയും ചെയ്യും. എനിക്ക് കുറച്ച് സമാധാനം വേണം. ഒന്ന് ഇവിടുന്ന് പോകുന്നുണ്ടോ? ഈ സമയം ആ പോലീസുകാരൻ പറയണേ, അതെ നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ACP സാർ വന്നാലേ എനിക്കായിരിക്കും പിന്നെ കിട്ടാൻ പോകുന്നത്. അയാൾക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇവിടുന്ന് പോകുമോ? ആ സമയം ഭാമ പറയണേ, ശരി നിനക്കിപ്പോൾ ഭക്ഷണം വേണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഈ സാറിൻ്റെ കയ്യിൽ ഭക്ഷണം കൊടുത്തേക്കാം. സാറേ ഇവന് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഭക്ഷണം ഒന്ന് കൊടുത്താൽ മതി. ശരി നിങ്ങളിവിടെ വെച്ചിട്ട് പൊക്കോ. അങ്ങനെ ഭാമ ഭക്ഷണം കൂടെ താഴെ വെച്ചിട്ട് പോകാൻ തുടങ്ങുമായിരിക്കും കേട്ടോ. ഈ സമയം വിഷ്ണു പറയണേ, അതെ സാറേ അവരോട് ഭക്ഷണം കൂടി കൊണ്ടുപോയിക്കോളാൻ പറ, എനിക്ക് നിങ്ങളുടെ ഭക്ഷണം ആവശ്യമില്ല. അത് കേൾക്കുന്നതും ഭാമ ആകെ സങ്കടപ്പെടുക. ഈ സമയം ആ പോലീസുകാരൻ പറയണേ, അയാൾക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങളിതൊന്നും എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ? വെറുതെ എനിക്ക് പണി വാങ്ങിച്ച് തരല്ലേ. ആ സമയം ഭാമ ആ കാരിയർ തിരികെ എടുക്കുവാണ്. മോനെ നിൻ്റെ ഈ വാക്കുകളും പ്രവൃത്തിയും അമ്മയെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. അമ്മയുടെ ഹൃദയം നിന്നു പോകല്ലേ എന്ന് മാത്രം ഒരു പ്രാർത്ഥനയുള്ളൂ. എൻ്റെ മോൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറ്റക്കാരനല്ലാന്ന് തെളിഞ്ഞ് പുറത്തു വരുന്നത് ഈ അമ്മക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുവരെയെങ്കിലും അമ്മക്ക് ജീവൻ തരണേന്ന് പ്രാർത്ഥിക്കുവാണ്. അങ്ങനെ പറഞ്ഞ സങ്കടത്തോടെ ക്യാരിയറും എടുത്ത് ഭാമ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം വിഷ്ണു മനസ്സിൽ പറയണേ, എന്നെ സ്നേഹിക്കുന്നത് പോലെ അമ്മ ശാലിനിയെ സ്നേഹിക്കണം. അതിനുവേണ്ടി എനിക്കിങ്ങനെയൊക്കെ പെരുമാറിയേ പറ്റൂ അമ്മേ. അങ്ങനെ പറഞ്ഞ് വിഷ്ണു സങ്കടത്തോടെ നിൽക്കുവാണ്. ഈ സമയം ഭാമ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴായിരിക്കും കേട്ടോ ശാലിനിയുടെ കാറ് അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയം ശാലിനിയെ കാണുന്ന ഭാമ ശാലിനിയുടെ കയ്യിലിരിക്കുന്ന ആ ക്യാരിയറിലേക്കും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്